ഇന്ന് എൻ്റെ റെസിപ്പി മാമ്പഴ പായസമാണ്. അതിനായിട്ട് 2 മാങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് നമുക്കെടുക്കാം. മാങ്ങയുടെ തൊലി കളയുകയാണ്. തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് നമുക്കെടുക്കാം. മാങ്ങ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അതിനായിട്ട് 2 ഗ്ലാസ് ശർക്കര, 1 ഗ്ലാസ് ചവ്വരി, കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക, 2 കപ്പ് തേങ്ങ തിരുമിയത്, കുറച്ച് തേങ്ങാക്കൊത്ത്, മിൽമ നെയ്യ് ഒഴിക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ഇടുകയാണ്. നല്ല മണം വരുന്നുണ്ട്. മൂത്ത് പാകമായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് പോരാം. അതിൻ്റെ കൂടെ ഒരു പണി കിട്ടി, ഒരു ഏലക്കാങ്ങ് വീണാൽ. തേങ്ങാക്കൊത്ത് ഇടുകയാണ്. ഇതൊന്ന് മൂക്കട്ടെ. മൂത്തതിന് ശേഷം നമുക്ക് വറുത്ത് കോരി ഇടാം. കുറച്ച് മൂത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റി വരും. നല്ല ബ്രൗൺ കളറായി നല്ല അണക്ക് മണം വന്ന് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി വരും. കട്ട് ചെയ്ത് വെച്ച മാങ്ങ നെയ്യിലോട്ട് ഇടുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി. ഒരുപാടൊന്ന് കുഴഞ്ഞു പോകണ്ട. കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് എടുത്ത് വെച്ചത് ഒഴിക്കുകയാണ്. വേണം. പായസം തിളച്ചിട്ടുണ്ട്. ചവ്വരി ഇടാം. ചവ്വരി ഇട്ട് കഴിഞ്ഞ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ചവ്വരി ഇട്ട് കഴിഞ്ഞ് ഇനി ഒന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് തുറന്ന് നോക്കാം. ഇളക്കി കൊടുക്കാം. ശർക്കര പാനി ഒഴിക്കാം ഇതിലോട്ട്. ഒരു തിളപ്പ് തിളക്കട്ടെ. രണ്ട് സ്പൂൺ പഞ്ചസാര കൂടെ ഇടാം. 1 പാൽ ഒഴിക്കുകയാണ് ലാസ്റ്റ്. എന്നിട്ട് ഇളക്കുവാണ്.
മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ചുപ്പ്. തിളച്ചിട്ടുണ്ട്, തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കും. അടുത്തതായി നമുക്ക് വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത് എല്ലാം ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഏലക്ക ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഇട്ടപ്പോൾ എന്താ മണം വരുന്നു, നല്ല മണം വരുന്നുണ്ട്, കൊതിപ്പിക്കുന്ന മണം. നമ്മുടെ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെക്കാം. ഇനി അടുത്ത് നമുക്കിനി വാഴയിലോട്ട് ചൂടോടെ സെർവ് ചെയ്യാം. എന്താ മണം വരുന്നു. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും അവരവരുടെ വീടുകളിൽ മാമ്പഴപ്പായസം ഉണ്ടാക്കി കഴിക്കുക. താങ്ക് യു. ചാനൽ കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.